എല്ലാവർക്കും നമസ്കാരം. പ്രീവിയസ് ചോദിച്ചിട്ടുള്ള കുറച്ച് വെക്കാബുലറിയും കൂടെ ഇതിൻ്റെ കൂടെ കൊണ്ടുപോകണം. കുറേശ്ശെ നോക്കി പോവാം. നേരത്തെ ചോദിച്ചിട്ടുള്ള കുറച്ച് വെക്കാബുലറിയാണിത്. മീനിങ്, ഓപ്പോസിറ്റ്, ഇഡിയംസ്, ഫ്രേസസ്, ഫോറിൻ വേർഡ്സ്, അങ്ങനെ എല്ലാം വരും. ഇന്ന് നമുക്ക് കുറച്ച് സെയിം മീനിങ് നോക്കാം, സിനോണിംസ് നോക്കാം. കൺവെൻഷനൽ. എന്താണ് കൺവെൻഷനൽ? മീൻസ് ട്രഡീഷണൽ. ട്രഡീഷണൽ ആയിട്ടൊന്നും നമ്മൾ പറയത്തില്ലേ? എന്താണ് ട്രഡീഷണൽ? പരമ്പരാഗതമായ എന്ന് പറയുന്നതാണ് എന്ത്? കൺവെൻഷണൽ അല്ലെങ്കിൽ ട്രഡീഷണൽ. അത് രണ്ടും സെയിം മീനിങ് അല്ലേ? ഇനി അടുത്ത എന്താണ്? ലോഡ്. LAUD. ലോഡ് മീൻസ് പ്രൈസ്. പ്രൈസ് എന്താണ്? നമ്മൾ പ്രശംസിക്കുക അല്ലെങ്കിൽ വാഴ്ത്തുക എന്ന് പറയില്ലേ, അതാണ് ലോഡ്. LAUD. പ്രൈസ് എന്ന് PRAISE. പ്രൈസ് എന്ന് കേട്ടാൽ നമുക്കറിയാം. പക്ഷേ LAUD ലോഡ് എന്നാണ് തരുന്നതെങ്കിൽ അങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ നമുക്ക് കൺഫ്യൂസിങ് ആവും. അതുകൊണ്ട് ഈ പ്രീവിയസ് ഒക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. അടുത്തത് എലിജി. ELEGY. കേട്ടിട്ടുണ്ടോ? എലിജി എന്താ? എ മോൺഫുൾ പോയം. വിലാപകാവ്യം എന്ന് പറയുമല്ലോ. മോൺഫുൾ MOURNFUL ആണ് വിലാപകാവ്യം. അടുത്തത് എക്സൽ. EXCEL. എക്സൽ എന്താണ്? ഡിസ്റ്റിങ്ക്യൂഷ് വൺ സെൽഫ്. മീൻസ് ശ്രേഷ്ഠമാവുക. അപ്പോൾ 4 വാക്കുകൾ. കൺവെൻഷണൽ എന്താ? ട്രഡീഷണൽ. ലോഡ്, പ്രൈസ്. എലിജി, എ മോൺഫുൾ പോയം, വിലാപകാവ്യം. എക്സൽ, ഡിസ്റ്റിങ്ക്യൂഷ് വൺ സെൽഫ്, ശ്രേഷ്ഠമാവുക. അടുത്തത് പങ്ക്ച്വലിയസ്. PUNCTILIOUS. അതിൻ്റെ മീനിങ് സ്ക്രപ്പുലസ് എന്നാണ്. SCRUPULOUS എന്ന് വെച്ചാൽ കണിശമുള്ള. കേട്ടിട്ടില്ലേ? കണിശമുള്ള. നമ്മളിങ്ങനെ പറയാറില്ലേ ഭയങ്കര കണിശക്കാരനാണ് എന്ന് പറയുന്ന ആ ഒരു മീനിങ് ആണ് എന്ത്? പങ്ക്ച്വലിയസ്. അതിൻ്റെ മീനിങ് സ്ക്രപ്പുലസ്. അപ്പോൾ 5 വേർഡ്സ്. ചിലത് പ്രീവിയസും പിന്നെ പ്രീവിയസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഉള്ള ക്വസ്റ്റ്യൻസും ഇതിനകത്തുണ്ട്. പ്രീവിയസ് ആദ്യം പറയുന്നത് അതിൻ്റെ പ്രീവിയസും പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന വേർഡ്സ് ഉണ്ടെങ്കിൽ അതും കൂടി നമ്മൾ നോക്കിപ്പോവും. എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? കൺവെൻഷണൽ പറഞ്ഞു. എന്തായിരുന്നു കൺവെൻഷണൽ? ട്രഡീഷണൽ, പരമ്പരാഗതമായ. പിന്നെ ലോഡ് പറഞ്ഞു, LAUD. എന്താണ്? പ്രൈസ്, നമ്മൾ വാഴ്ത്തുക അല്ലെങ്കിൽ പ്രശംസിക്കുക. പിന്നെ പറഞ്ഞത് എലിജി. എലിജി മീൻസ് എ മോൺഫുൾ പോയം, അതായത് വിലാപകാവ്യം. പിന്നീട് പറഞ്ഞ എന്താണ്? എക്സൽ. എക്സൽ മീൻസ് ഡിസ്റ്റിങ്ക്യൂഷ് വൺ സെൽഫ്. എന്താണ്? ശ്രേഷ്ഠമാവുക. പിന്നെ ഒരെണ്ണം കൂടെ നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു? പങ്ക്ച്വലിയസ്. എന്താണ്? സ്ക്രപ്പുലസ്, കണിശമുള്ള. ബിലിറ്റിൽ. BELITTLE. ബിലിറ്റിൽ എന്താണ്? ഡീമോറലൈസ്. ഡീമോറലൈസ് ചെയ്യാന്ന് പറയും. നമ്മൾ വിലയിടിച്ച് പറയുക, തരം താഴ്ത്തി പറയുക എന്ന് പറയത്തില്ലേ, അതാണ് എന്ത്? ബിലിറ്റിൽ. ഡീമോറലൈസ്. തിരിച്ചും ചോദിക്കാൻ ഡീമോറലൈസ് എന്നാവും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ബിലിറ്റിൽ എന്നാവും. ഇനി അടുത്തത് എംബസിൽ. EMBEZZLE. അതാണ് എംബസിൽ. എംബസിൽ മീൻസ് ടു ടേക്ക് മണി ഇൻ വയലേഷൻ ഓഫ് ട്രസ്റ്റ്. ആരെങ്കിലും വിശ്വസിച്ചേൽപ്പിച്ച പണം മോഷ്ടിക്കുക, അപഹരിക്കുക, അതാണ് എന്ത്? എംബസിൽ. അത് പ്രീവിയസ് ആണ്, ചോദിച്ചതാണ്. ഇനി അതുമായിട്ട് റിലേറ്റ് ചെയ്ത 2 വേർഡ്സും കൂടി ഇതിൻ്റെ കൂടെ നമ്മളങ്ങ് പഠിച്ചു പോവുക. എംബ്രേസ്. EMBRACE. എംബ്രേസ് ചെയ്യുക എന്താണ്? ഹഗ്. ആലിംഗനം ചെയ്യാന്ന് പറയത്തില്ലേ, അതാണ് എംബ്രേസ്. അടുത്ത എന്താണ്? എംബെലിഷ്. EMBELLISH. എംബെലിഷ്. എംബെലിഷ് മീൻസ് ഡെക്കറേറ്റ്, അലങ്കരിക്കുക. അപ്പോൾ എംബസിലുണ്ട്, എംബ്രേസ് ഉണ്ട്, എംബെലിഷ് ഉണ്ട്. എംബസിൽ എന്താണ്? ടു ടേക്ക് മണി ഇൻ വയലേഷൻ ഓഫ് ട്രസ്റ്റ്. വിശ്വസിച്ചേൽപ്പിച്ച പണം അപഹരിക്കുക. എംബ്രേസ്, ഹഗ്. എംബെലിഷ്, ഡെക്കറേറ്റ്. ഇനി നെക്സ്റ്റ് വൺ, ആപ്രിഹെൻഡ്. APPREHEND. ആപ്രിഹെൻഡ്. ആപ്രിഹെൻഡ് മീൻസ് ടു ടേക്ക് ഇൻ ടു കസ്റ്റഡി. അറസ്റ്റ് ചെയ്യാന്ന് പറയില്ലേ, അതാണ് എന്ത്? ആപ്രിഹെൻഡ്. അപ്പോൾ ഏതൊക്കെ വേർഡ്സാണ് നമ്മൾ പഠിച്ചത്? ബിലിറ്റിൽ. ബിലിറ്റിൽ എന്താണ്?
ഡീമോറലൈസ്, വിലയിടിച്ച് പറയുക അല്ലെങ്കിൽ നമ്മൾ തരം താഴ്ത്തി പറയുക, അതാണ് ബിലിറ്റിൽ. നെക്സ്റ്റ് വൺ എന്താണ്? എംബസിൽ. എംബസിൽ മീൻസ് ടു ടേക്ക് മണി ഇൻ വയലേഷൻ ഓഫ് ട്രസ്റ്റ്, വിശ്വസിച്ചേൽപ്പിച്ച പണം അപഹരിക്കുക. എംബ്രേസ്, ഹഗ്. എംബെലിഷ്, ഡെക്കറേറ്റ്. അപ്രിഹെൻഡ് എന്താണ്? ടു ടേക്ക് ഇൻ ടു കസ്റ്റഡി. അപ്പോൾ നമ്മൾ 10 വേർഡ്സ് പഠിച്ചു. ഈ പഠിക്കുന്ന വേർഡ്സ് എല്ലാം ഓരോ ദിവസവും ഇങ്ങനെ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ നമ്മൾ മറന്നുപോകും. ഇനി നമുക്ക് കുറച്ച് ആൻറ്റണിംസ് നോക്കാം. ഓപ്പോസിറ്റ്സ്, ഇതും എന്താണ്? പ്രീവിയസ് ആണ്. പ്രീവിയസ് ഇതുവരെ ചോദിച്ചിട്ടുള്ള കുറച്ച് ഓപ്പോസിറ്റ്സ് പഠിക്കാം. ഫസ്റ്റ് വൺ, എക്സോണറേറ്റ്. EXONERATE, എക്സോണറേറ്റ് എന്ന് വെച്ചാൽ കുറ്റവിമുക്തനാക്കുക എന്നാണ് മീനിങ് ഇവിടെ നോക്കിക്കോണം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്തുമായിരിക്കും? കുറ്റവാളിയാക്കുക എന്നായിരിക്കും. അപ്പോൾ അതിൻ്റെ വേർഡാണ് കണ്ടം. CONDEMN. അപ്പോൾ എക്സോണറേറ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ് കണ്ടം, കുറ്റവിമുക്തനാക്കുക, കുറ്റവാളിയാക്കുക. നെക്സ്റ്റ്, ഇൻറ്ററസ്റ്റഡ്. അത് നമുക്ക് അറിയാവുന്ന വാക്കാണ് ഇൻറ്ററസ്റ്റഡ്. പക്ഷെ അതിൻ്റെ ഓപ്പോസിറ്റ് ചിലപ്പോൾ നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അൺഇൻറ്ററസ്റ്റഡ്. ഇൻറ്ററസ്റ്റഡ്, അൺഇൻറ്ററസ്റ്റഡ്. നെക്സ്റ്റ് വൺ, ഡിസ്സെമിനേറ്റ്. ഡിസ്സെമിനേറ്റ് മീൻസ് വിതറുക എന്നാണ്. നമ്മൾ സ്പ്രെഡ് ചെയ്ത് വിതറുക. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ത് ചെയ്യണം? വിത്ത് ഹോൾഡ്, പിടിച്ചു വയ്ക്കുക. ഡിസ്സെമിനേറ്റ് വിതറുക, വിത്ത് ഹോൾഡ് പിടിച്ചു വയ്ക്കുക. ഫോർത്ത് വൺ, പെർസ്വേഡ്. PERSUADE. പെർസ്വേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേരിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ത് വരണം? പ്രേരിപ്പിക്കുക, പിന്തിരിപ്പിക്കുക എന്ന് വരണം. ഡിസ്വേഡ്, അത് എളുപ്പമാണ്. പെർസ്വേഡ്, ഡിസ്വേഡ്. പ്രേരിപ്പിക്കുക, പിന്തിരിപ്പിക്കുക. നെക്സ്റ്റ്, ഇൻഡസ്ട്രിയസ്. ഇൻഡസ്ട്രിയസ് എന്താണ്? ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള, ഉത്സാഹിയായ എന്ന് പറയില്ലേ, അതാണ് ഇൻഡസ്ട്രിയസ്. അപ്പോൾ ഭയങ്കര ഉത്സാഹം എന്ന് പറയുമ്പോൾ അതിന് ഓപ്പോസിറ്റ് എന്ത് വരണം? മടി എന്ന് വരണം, ലേസി എന്ന് വരണം. അതിൻ്റെ വേർഡാണ് എന്ത്? ഇൻഡോലൻറ്റ്. INDOLENT. ഇത് PSC ചോദിച്ച ക്വസ്റ്റ്യൻസും അതിനവർ കൊടുത്തിരുന്ന ആൻസേഴ്സുമാണ് ഈ പറയുന്നത്. അപ്പോൾ നമ്മൾ 5 ഓപ്പോസിറ്റ്സ് പഠിച്ചു. ഏതൊക്കെയാണ്? എക്സോണറേറ്റ്, ഓപ്പോസിറ്റ് എന്താണ്? കണ്ടം. ഇൻറ്ററസ്റ്റഡ് ഓപ്പോസിറ്റ് അൺഇൻറ്ററസ്റ്റഡ്. ഡിസെമിനേറ്റ് ഓപ്പോസിറ്റ് വിത്ത്ഹോൾഡ്. പെർസ്വേഡ് ഓപ്പോസിറ്റ് ഡിസ്വേഡ്. ഇൻഡസ്ട്രിയസ് ഓപ്പോസിറ്റ് എന്താ? ഇൻഡോലൻറ്റ്. അപ്പോൾ ഈ ഒരു 10 സിനോണിംസും 5 ആൻറ്റണിംസും പഠിച്ചു. അതെല്ലാം എല്ലാ ദിവസവും ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാം.